ഇപ്പം ഞാൻ നിൽക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ ദൗണ്ട് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷന് പുറത്തായിട്ടാണ് നിൽക്കുന്നത്. ഞാനിങ്ങോട്ട് വന്നത് സെക്കന്ദരാബാദിൽ നിന്നാണ് വന്നത്. ഒരു തിരുപ്പതി യാത്രയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സെക്കന്ദരാബാദ് വന്നു. സെക്കന്ദരാബാദിൽ നിന്ന് രാത്രി ട്രെയിൻ കയറി പിറ്റേന്ന് രാവിലെ ദൗണ്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി. സെക്കന്ദരാബാദിൽ നിന്ന് ഇവിടം വരെ വരുന്നതിന് ടിക്കറ്റ് ചാർജ്, സ്ലീപ്പറിന് ടിക്കറ്റ് ചാർജ്, സ്ലീപ്പർ എന്ന് പറയുമ്പോൾ തത്കാലിന് ടിക്കറ്റ് ചാർജ് 470 രൂപയായിരുന്നു. രാത്രി 8:35 എടുത്ത വണ്ടി പിറ്റേന്ന് രാവിലെ ഒരു സമയത്തായി ഒരു 9:15 ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തി. പക്ഷേ ഞാൻ ഇവിടം വരെയുള്ള ടിക്കറ്റ് അല്ല എടുത്തത്. ഇവിടെ നിന്ന് ഹഡാപ്സർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഹഡാപ്സറിലേക്കാണ് ടിക്കറ്റ് എടുത്തത്. പക്ഷേ അവിടെ എത്താനൊരു 11-11:15 ആവും. അതുകൊണ്ട് ഞാൻ അതിന് മുമ്പായിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് ഈ ദൗണ്ട് റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ ഞാൻ ഇവിടെ ഇറങ്ങിയിരിക്കുവാണ്. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കൂടെ നടന്നതാ ഇപ്പോൾ ഒരു ആൽമരമൊക്കെ ഉള്ളൊരു സ്ഥലത്ത് വന്ന് നിൽക്കുവാണ്. കണ്ടില്ലേ? ഇതുവഴി കൂടെ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡാണ്. അങ്ങനെ നമ്മൾ മഹാരാഷ്ട്രയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാനിങ്ങോട്ട് ട്രെയിനിൽ വരുന്ന വഴിക്ക് വിജനമായിട്ടുള്ള കൃഷിയിടങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോൾ പ്ലാറ്റ്ഫോമിൽ ഉന്തുവണ്ടിയിൽ കച്ചവടം. അത് ഞാൻ വേറൊരു റെയിൽവേ സ്റ്റേഷനിലും കണ്ടിട്ടില്ല. ഇനി ചിലപ്പം വീണ്ടും കാണുമായിരിക്കാം. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് അത് കാണുന്നത്. പിന്നെ വേറൊരു കാര്യം, റെയിൽവേ സ്റ്റേഷന് പുറത്തായിട്ട് ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അവിടെ പഴയ ഓട്ടോ, നമ്മുടെ നാട്ടിലൊക്കെ പഴയ ഓട്ടോ ഉണ്ടല്ലോ എന്ന് പറയുമ്പം ഓട്ടോ സിനിമയിലുള്ള ഓട്ടോ ഉണ്ടല്ലോ, ആ ഓട്ടോയൊക്കെ ഇവിടെ കണ്ടു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. അപ്പോഴെന്തായാലും നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കൂടെയുള്ള വഴി കൂടി ഇങ്ങനെ നടന്ന് ഇതാ ഒരു രണ്ടും തിരിയുന്നൊരു വഴി. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ബസ് സ്റ്റാൻഡ് ഉള്ളത്. എന്തായാലും നമുക്ക് ആ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് പോയിട്ടേ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. കഴിച്ചതിന് ശേഷം ഇവിടെ നിന്ന് പൂനെയിലോട്ട് പോവാം. പൂനെയിലോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ വന്ന ട്രെയിനിലിരുന്നാൽ മതിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അത് 11:15 ആവും ആ ഒരു ഹഡാപ്സർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്താൻ. ഹഡാപ്സറിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ പൂനെയിലേക്ക്. അപ്പോഴെന്തായാലും ഞാനിവിടെ ഇറങ്ങി. ഇതാ നമ്മൾ നടന്നൊരു വഴി എത്തിയിരിക്കുവാണ്, ഒരു റോഡ് എത്തിയിരിക്കുവാണ്. ഇത് ആ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ്. ഇതാ ഇവിടെ ആയിട്ടൊരു ഉന്തുവണ്ടിയിൽ ചായ. എന്തായാലും ഒരു ചായ കുടിക്കാം. ഇവിടെ ഫുൾ ടീയും ഉണ്ട്, ഹാഫ് ടീയും ഉണ്ട്. ഇതാണ് ഫുൾ ടീ. ഇതാ കണ്ടില്ലേ, ഇത് ഫുൾ ടീയും ഹാഫ് ടീ ഉണ്ട്. ഹാഫ് ടീയുടെ ഗ്ലാസ് കാണിച്ചു തരാം. ഹാഫ് ടീ ഗ്ലാസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഹാഫ് ടീ ഗ്ലാസ് ഇതാണ് ഹാഫ് ടീ ഗ്ലാസ്. ഫുൾ ടീ ഹൗ മച്ച് റുപ്പീസ്? 10. ഫുൾ ടീ 10 രൂപയും ഹാഫ് ടീ 5 രൂപയും. ചായ കൊള്ളാം, നല്ല പായസം പോലത്തെ മധുരം. അങ്ങനെ ഞാൻ ഒരു ചായ കുടിച്ചു. ഇതാ ഇവിടെ ആയിട്ട് ആജ്കിയ ചൈനീസ് എന്നായിരിക്കും എഴുതിയിരിക്കുന്നത്. അങ്ങനത്തെ ഒരു റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. അങ്ങനെ ഈ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ്. ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ ന്യൂ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞ് കാണിച്ചു. ഞാൻ വിചാരിച്ചു വലിയ ബസ് സ്റ്റാൻഡ് ആയിരിക്കുമെന്ന്. ഒരു ബസ്സിന് വന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമേ ഉള്ളൂ. എന്തായാലും നമുക്ക് ബസ് സ്റ്റാൻഡിലോട്ട് പോകാം. ഒരു ബസ് വന്ന് നിൽപ്പുണ്ട്. ആ ബസ് പോട്ടെ, നമുക്ക് അടുത്ത ബസ്സിൽ പോവാം. അങ്ങനെ എന്തായാലും നല്ലൊരു സ്ഥലത്താണ് വന്ന് ഇറങ്ങിയിരിക്കുന്നത്. സമയത്തിന് ബസ്സൊന്നുമില്ല. ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം 1 മണിക്ക് അകത്തായിട്ട് ബസ് വന്നാൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. ആ ഒരു സമയത്ത് കുറച്ച് ബസ്സുകൾ ഉണ്ടെന്നും പറഞ്ഞു. സ്വർഗറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടെ മര്യാദയ്ക്ക് ഞാൻ വന്ന ട്രെയിനിൽ നേരെ അങ്ങ് ഹഡാപ്സർ ഇറങ്ങിയാൽ മതിയായിരുന്നു. ഹഡാപ്സറിൽ നിന്ന് 10 കിലോമീറ്റർ ഉള്ളായിരുന്നു പൂനെയിലേക്ക്. ബസ്സിലുള്ളൊരു യാത്ര, ആ ഒരു വൈബൊക്കെ ഒന്ന് ആസ്വദിക്കാമെന്നും പറഞ്ഞ് ചാടി ഇറങ്ങിയതാണ് ഇവിടെ. അങ്ങനെ ദാ ബസ് സ്റ്റാൻഡിന് പുറത്തായിട്ട് ഒരു ചെറിയൊരു അമ്പലമെല്ലാം ഉണ്ട്. സാധാരണ നമ്മൾ അമ്പലങ്ങളിൽ കാണുന്ന പോലത്തെ ആ ഒരു പ്രതിഷ്ഠയൊന്നും അല്ല കാണുന്നത്. വേറൊരു രീതിയാണ്. ഇതെവിടെയായിട്ട് നോക്കേ, ഒരു ആമയുടെ ഒരു പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. 2 ഭടന്മാർ 2 സൈഡിലായിട്ട് നിൽപ്പുണ്ട്. പച്ച, ചുമപ്പ്, മഞ്ഞ, മജന്ത അങ്ങനത്തെ തുണിയെല്ലാം വിരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനിവിടെ ബസ് സ്റ്റാൻഡിൽ ചോദിച്ചപ്പോൾ ഇവിടെ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളെന്ന് പറഞ്ഞു സിറ്റിയിലേക്ക്. അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര വെയിലാണ്, നോക്കട്ടെ വല്ല വണ്ടിയും കാണുവാണെങ്കിൽ ലിഫ്റ്റ് അടിച്ച് പോവാം. അങ്ങനെ നമ്മൾ ദൗണ്ടി സിറ്റിയിലൂടെ ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഒരു ബൈക്കിന് ലിഫ്റ്റ് കിട്ടി. ഇത് ഇവിടെയൊക്കെ ആയിട്ട് നോക്കേ, പ്രതിമയെല്ലാം വെച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ബൈക്കിൽ ലിഫ്റ്റ് തന്ന ചേട്ടൻ കൊണ്ട് ഇറക്കിയ ഒരു സ്ഥലമാണിത്. ഉടുപ്പി ഹോട്ടൽ എന്നാണ് പറഞ്ഞത്. ഉടുപ്പി എന്ന് എവിടെ എഴുതിയിരിക്കുന്നത്? ഹോട്ടൽ കൽപ്പലത. എന്തായാലും ഈ ഹോട്ടലിൽ കയറി കഴിക്കാം. എന്താ ഇവിടെ ഫ്രണ്ടിലായിട്ട് കുറേ ലഡുവും അങ്ങനത്തെ സംഗതികളെല്ലാം വെച്ചിട്ടുണ്ട്. മൈസൂർ പാക്ക് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അങ്ങനെ ഹോട്ടലിലോട്ട് കയറിയപ്പോൾ
ഇതാ ഒരു കുപ്പി വെള്ളമെല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ച ആരെങ്കിലും ഇവിടെ ഇരിക്കാൻ വേണ്ടി വെച്ചായിരിക്കുന്നു, വന്നിരിക്കുമ്പോഴത്തേക്കും വെച്ചിട്ട് പോകില്ല കൈ കഴുകാൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനല്ല, ഇത് എല്ലാ ടേബിളിലും അങ്ങനത്തെ ഓരോ കുപ്പി വെച്ചിട്ടുണ്ട്. എന്തായാലും കൊള്ളാം അല്ലേ. യെസ്, നമ്മുടെ പ്ലെയിൻ ദോശ വന്നിട്ടുണ്ട്. പ്ലെയിൻ ദോശ, ചട്നി, സാമ്പാർ. സാമ്പാറിൽ പച്ചക്കറിയൊന്നുമില്ല, എന്തായാലും കഴിക്കാം. അങ്ങനെ ഞാൻ ഫുഡെല്ലാം കഴിച്ചിട്ട് പുറത്തോട്ട് വന്നിരിക്കുവാണ്. ഒരു പ്ലെയിൻ ദോശയ്ക്ക് 55 രൂപ. ഇതെവിടെയായിട്ട് നോക്കേ, നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ കാണുന്ന ടൈപ്പ് പൈപ്പ്. വെള്ളം വരുന്നുണ്ട്. ഇതാ നമ്മൾ ബൈക്കിൽ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കണ്ടില്ലായിരുന്നോ ഈ ഒരു പ്രതിമ? കുതിരപ്പുറത്ത് ഒരു പോരാളി വരുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. എവിടെയായിട്ട് നോക്കിയാൽ വലിയൊരു ഭയങ്കര സൈസ്. അങ്ങനെ എന്തായാലും നമുക്ക് ഈ പരിസരത്ത് ജസ്റ്റ് ഒന്ന് നടന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് പൂനെയിലേക്ക് പോവാം. എവിടെയായിട്ട് പൂട്ടിൻ്റെ കട, കുറച്ചധികം പൂട്ടുകൾ. ഇപ്പോൾ കടയെല്ലാം ഓപ്പണായി വന്നതേ ഉള്ളൂ. ഇപ്പം സമയം 10:30 ആയിട്ടുണ്ട്. മറ്റന്നാൾ സ്വാതന്ത്ര്യ ദിനമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഡ്രസ്സൊക്കെയാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ കടകളെല്ലാം ഓപ്പണായി വരുന്നേ ഉള്ളെന്ന്. ഇത് അവിടെയായിട്ട് കടകളൊന്നും ഓപ്പൺ ആക്കിയിട്ടില്ല. ആ കടകൾ കൊള്ളാം അല്ലേ. പലക വെച്ചുള്ള വാതിലുകൾ. തയ്യക്കടയൊക്കെയാണ്. ഈ ഒരു കെട്ടിടം നോക്കെ, നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. പഴയ ഒരു കെട്ടിടം, പ്രത്യേക രീതിയിലുള്ളൊരു കൺസ്ട്രക്ഷൻ സ്റ്റൈൽ. ഇവിടെയൊക്കെയായിട്ട് പൂക്കട. ചെറിയൊരു മാർക്കറ്റാണിത്. ഇതാ ഇങ്ങനെ നടന്നു വന്നപ്പോഴും വീണ്ടും ഇന്ത്യയുടെ ഫ്ലാഗെല്ലാം ഇട്ടിരിക്കുന്നത് കാണാം. സ്വാതന്ത്ര്യ ദിനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതെല്ലാം. അങ്ങനെ നമ്മൾ അതുവഴി നടന്നു വന്ന് 4 കോടി ഒരു ചെറിയൊരു ജംഗ്ഷനിലെത്തിയിട്ടുണ്ട്. ഇവിടെയായിട്ട് ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെയാണ്. ഉന്തുവണ്ടിയിലുള്ള കച്ചവടങ്ങൾ, അങ്ങനെ പലതരം കച്ചവടങ്ങൾ. ഇതെന്താണ് ഈ വെച്ചിരിക്കുന്നത്? ഉരുളക്കിഴങ്ങാണോ? ഞാൻ ദൂരെ നിന്ന് കണ്ടപ്പം ഇത്രയും വലിയ ഉരുളക്കിഴങ്ങെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനല്ല, ഇത് തേങ്ങയുടെ സംഭവം എടുത്തതിന് ശേഷമുള്ള കൊപ്രയാണ്. ഇതാ കണ്ടില്ലേ. കിത്തന റുപ്യ? 130. ഇവിടെയായിട്ട് കുറച്ചധികം കൊച്ചു കൊച്ചു കടകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഗാന്ധിജിയുടെ ഒരു പ്രതിമയൊക്കെ ഇരിപ്പുണ്ട് അവിടെയായിട്ട്. കളർഫുള്ളായിട്ടുള്ള കുങ്കുമവും. സാധാരണ നമ്മുടെ ഈ ഉത്സവത്തിനൊക്കെ പോകുമ്പോഴേ ഇങ്ങനത്തെ കളർഫുള്ളായിട്ടുള്ള സംഗതികൾ കാണുന്നത്. ഇങ്ങനത്തെ പൊടികളല്ലാവേ. ഞാൻ പറഞ്ഞില്ലേ പഴയ ഓട്ടോ എന്ന്, അത് കാണിച്ചു തരാം. പഴയതല്ല ഇത്, ഇവിടെ ഓടി ഓടി അങ്ങ് പഴയതായതാണെന്നാണ് തോന്നുന്നത്. ഇതാ കണ്ടില്ലേ, വേറൊരു രീതി തോന്നുന്നുണ്ട് ഇത് കാണുമ്പോഴേ. ഇത് അപ്പുറത്തൂടെ വേറൊരു ഓട്ടോ പോകുന്നുണ്ട്. കുറച്ചധികം തട്ടുകടകൾ വരി വരിയായിട്ടുണ്ട്. ഉന്തുവണ്ടിയിലെ തട്ടുകടകളാണ്. അവിടെ കേട്ട ആൾക്കാരൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇതാ ഇങ്ങനെ നടന്നു വന്നപ്പോഴിവിടെയായിട്ട് മെഡിക്കൽ സ്റ്റോറാണ്. ഇതിന് ഫ്രണ്ടിലായിട്ട് നോക്കിയതാ എന്താ സംഭവം? വാട്ടർ. ഓ, കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെക്കുന്ന സംഗതിയാണ്. അത് കൊള്ളാം അല്ലേ. അത് താഴെയായിട്ട് ടാപ്പെല്ലാം ഉണ്ട്. ആ ഒരു സംവിധാനം കൊള്ളാം. ഇതാ കണ്ടില്ലേ, ഇവിടെ വെച്ചിട്ടുണ്ട് കുടിവെള്ളം. അതാണ് സംഭവം. ഇവിടെ കേട്ട് നോക്കി ഒരുപാട് ഉന്തുവണ്ടിയിലെ കച്ചവടങ്ങളുണ്ട്. പഴങ്ങളുടെ കച്ചവടങ്ങളാണ്. പഴങ്ങളെ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ച് പറയുന്നുണ്ട്. എവിടെയായിട്ട് നോക്കിയ ഒരു ഉന്തുവണ്ടിയിൽ കംപ്ലീറ്റ് ആയിട്ടും വളകൾ. നല്ല ഭംഗിയുണ്ട് അത് വെച്ചിരിക്കുന്നത് കാണാൻ. 30 റുപ്പീസ് 1 ഡസൻ. ഓ, 1 ഡസൻ 30 റുപ്പീസ്. അങ്ങനെയാണ് വില. ഇതാ കണ്ടില്ല, ഇവിടെയൊക്കെ ആയിട്ട് വളക്കടകൾ ഒരുപാടുണ്ട്. ഞാനിങ്ങോട്ട് ട്രെയിനിൽ വന്നപ്പോഴേ കണ്ടായിരുന്നു. ഒരുവിധപ്പെട്ട എല്ലാ ലേഡീസിൻ്റെ കയ്യിലും വളകളുണ്ട്. വളകൾ ഇതാ കണ്ടില്ലേ, വളകൾ വെയിലടിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് തെറിച്ച് നിൽക്കുന്നുണ്ട്. ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ കുറച്ച് പൂച്ചകൾ ഓടിപ്പോകുന്നത് കണ്ടു. എങ്ങോട്ടാന്ന് നോക്കിയപ്പോഴിതാ ഇവിടെ ആയിട്ട് മീൻ മാർക്കറ്റ്. പ്രാദേശികമായിട്ട് കിട്ടുന്ന മീനുകളാണ്. ഇതാ കണ്ടില്ലേ, പൂച്ചയൊക്കെ കാവലിരിക്കുന്നത്. സിലോപ്പിയ മീനാണ്. സിലോപ്പിയ പല ടൈപ്പ്. വലിയ സിലോപ്പിയ ഉണ്ട്, ചെറിയ സിലോപ്പിയ ഉണ്ട്. ഇതാ ഒരാൾ വന്നിരിക്കുവാണ്. ഞണ്ട്, ജീവനുള്ള ഞണ്ടുകൾ. കിത്തന റുപ്യ ഞണ്ട്? 300 രൂപയാണ് ഞണ്ടിൻ്റെ വില. 1 കിലോ 300 രൂപ. അങ്ങനെയൊക്കെയാണ് വിലകൾ. എവിടെയായിട്ട് പൂച്ച നോക്കിയിരിക്കുന്നതൊക്കെ. ദിസ് മീൻ ഇൻ കേരള സിലോപ്പിയ. സിലോപ്പിയ ഇവിടെയും സിലോപ്പിയ അല്ലേ? സിലോപ്പിയ. കിത്തന റുപ്യ?
പെർ കെ ജി 100 രൂപയാണ് 1 കിലോ വില. 120 റുപ്പീസ്. രണ്ടുപേരും 2 വിലയാണ് പറഞ്ഞത്. ഇതെവിടെയായിട്ട് ആടുകൾ നിന്ന് മേയുന്നു. ക്യാബേജിൻ്റെ അത് കഴിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഇതാ ഇവിടെ ഉണക്കമീൻ്റെ കച്ചവടമാണ്. ചെറിയ നെത്തോലിയാണെന്നാണ് തോന്നുന്നത്. ചെറിയ ചെമ്മീൻ, അങ്ങനെ പലതരം ഉണക്കമീനുകളുണ്ട്. ഹൗ മച്ച് എവ്വളോ ഹിന്ദിയല്ലല്ലോ തമിഴല്ലേ. എത്ര രൂപ? കിത്തന റുപ്യ? 600 रुपये किलो है. ചീസ് 600 ചീസോ മീൻസ് 600 600 एक ബണ്ടിൽ. किलो. ये 1 kg. 1 kg 600. ഓ, 1 കിലോ 600 രൂപയാണ് വില. ദിസ് ഈസ് 1 kg. ഓക്കെ. അങ്ങനെ ഞാൻ വെജിറ്റബിളിൻ്റെ ഒരു സെക്ഷനിലോട്ട് കയറിയിരിക്കുവാണ്. ജസ്റ്റ് ഒന്ന് കയറിയെന്നേ ഉള്ളൂ. ഇവിടെ ഒരു അമ്മ നോക്കേ, ഒരു കൊടക്കീഴിൽ ചെറിയൊരു കച്ചവടം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കാനൊരു രസമുണ്ട്. അങ്ങനെ ഞാൻ റോഡിലോട്ട് ഇറങ്ങുവാണ്. മഹാരാഷ്ട്രയിലെ ദോണ്ട് മാർക്കറ്റ് കണ്ടിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയണം കണ്ടിട്ടുണ്ടെന്ന്. അപ്പോഴെന്തായാലും നമുക്ക് പൂനെക്കുള്ള ബസ് ലക്ഷ്യമിട്ട് പോവാം. ഈ ബായ് എന്നെ ഇവിടം വരെ ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടാക്കിയിരിക്കുവാണ്. പൂനെയിലോട്ടുള്ള ബസ് ഞാൻ തിരക്കിയപ്പോൾ അദ്ദേഹം എന്നെ ഇവിടം വരെ കൊണ്ട് വിട്ടിരിക്കുവാണ് ബസ് സ്റ്റോപ്പിലെ. ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. ബസ് സ്റ്റാൻഡിൽ നിന്നപ്പോൾ സ്വർഗേറ്റ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, സ്വർഗത്ത്. ഇവിടെ പൂനെയുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. പൂനെയുടെ പ്രധാനപ്പെട്ട ഹബ്ബാണ് സ്വർഗേറ്റ്. അങ്ങോട്ടേക്ക് ബസ്സുണ്ട്, അങ്ങോട്ടേക്ക് ട്രെയിനും ഉണ്ട്. ട്രെയിൻ 11:10 ഞാൻ നോക്കിയപ്പോഴേ. ഇപ്പം സമയം 11:08 ആയിട്ടുണ്ട്. 2 മിനിറ്റ് കൊണ്ട് ഓടിപ്പടച്ച് റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലണോ അതോ ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ബസ്സിൽ കയറി പോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ നിന്ന് 80 കിലോമീറ്റർ ഉണ്ട് പൂനെയിലോട്ട്. പൂനെ അല്ലെങ്കിൽ സ്വർഗേറ്റ്. അപ്പോൾ ബസ്സിലോ എങ്ങനെയാലും പോവാം അല്ലേ? യെസ്. അങ്ങനെ കുറച്ച് നേരം ബസ്സിന് വെയിറ്റ് ചെയ്ത് നിന്നപ്പോൾ സ്വർഗത്തിലേക്ക് ബസ് വന്നിട്ടുണ്ട്. ഈ ബസ്സാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. സ്വർഗത്തിലേക്ക് പോകുന്ന കണക്ക് പറയുന്ന കണക്കുണ്ടല്ലേ. ഒരു വിൻഡോ സീറ്റ് കിട്ടിയാൽ കൊള്ളായിരുന്നു. അങ്ങനെ നമ്മൾ സ്വർഗേറ്റ് ബസ്സിനകത്തേക്ക് കയറിയിരിക്കുവാണ്. ഇതാ കണ്ടില്ലേ എഴുതിയിരിക്കുന്നത് സ്വർഗേറ്റ്. അങ്ങനെ നമ്മുടെ ബസ് ദൗണ്ട് ജംഗ്ഷൻ ബസ് സ്റ്റോപ്പിൽ നിന്നും സ്വർഗേറ്റിലേക്ക് യാത്ര പുറപ്പെട്ടിരിക്കുവാണ്. ബസ്സിൽ സീറ്റൊന്നുമില്ല ഇരുന്ന് പോകാനേ. എല്ലാവരും നിന്നൊക്കെയാണ് വരുന്നത്. തൽക്കാലം ഇവിടെ നിന്ന് യാത്ര ചെയ്യാം. അങ്ങനെ ഞാൻ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 124 രൂപയാണ് ചാർജ്. അങ്ങനെ ഞാൻ ബസ്സിൻ്റെ ഏറ്റവും ഫ്രണ്ടിലത്തെ സിംഗിൾ സീറ്റ് ഡബിൾ ആക്കിയിട്ടുണ്ട്. എൻ്റെ കൂടെ ഒരു ബ്രദറും ഉണ്ട്. അപ്പനാം അജയ് എന്നാണ് പേര്. അങ്ങനെ നമുക്ക് ഹാപ്പി ആയിട്ട് യാത്ര ചെയ്യാം. നല്ല അടിപൊളി റോഡാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത റോഡാണ്. നീളത്തിൽ കിടക്കുവാണ് റോഡ്. സത്യത്തിൽ ഇവിടെ വണ്ടി ഓടിക്കാൻ വലിയ സ്കില്ലൊന്നും വേണ്ട. വെറുതെ കയറി ഇരുന്ന് സ്റ്റിയറിംഗ് പിടിച്ചിരുന്നാൽ മതി. ഒരു ബസ് സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ കിട്ടുന്നൊരു ബസ് സ്റ്റോപ്പാണ്. ഇവിടെ ഹാൾട്ടിംഗ് ഉണ്ട്. വണ്ടി ഓഫ് ചെയ്തു. അങ്ങനെ നമ്മുടെ ബസ് ദൗണ്ട് ബസ് സ്റ്റാൻഡിൽ എത്തിയത് 11:20 ഇപ്പം നമ്മൾ കഴിക്കാൻ കയറിയ സ്ഥലത്തെത്തിയത് 11:45. ഇനി ഇവിടെ നിന്നൊരു 70 കിലോമീറ്റർ ഉണ്ട് നമ്മൾ പോകുന്ന സ്വർഗേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട്. ആഷ്ടി ടു സ്വർഗേറ്റ് അങ്ങനെയാണ് പോകുന്നത്. ആഷ്ടിയിൽ നിന്ന് വന്ന വണ്ടിയാണ്. ഇതിനകത്ത് ഞാൻ ജനലിൻ്റെ സൈഡിൽ ഇങ്ങനെ കൈ പിടിച്ചിരുന്നതാണ്. നോക്കേ, കൈ അഴുക്കായി. ഭയങ്കര പൊടിയാണ്. ഇവിടെ വേറൊരു ബസ് വന്ന് നിൽപ്പുണ്ട്. എങ്ങോട്ട് പോകുന്നതാ നോക്കാം. ഇത് ചിലപ്പം ആഷ്ടിക്ക് പോകുന്ന ബസ്സായിരിക്കാം. ബീഡ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകുന്ന ബസ്സാണിത്. ഇത് ടാറ്റയുടെ വണ്ടിയാണ്. നമ്മൾ വന്നത് ലൈലൻഡിൻ്റെ വണ്ടിയും. അങ്ങനെ എന്തായാലും ബസ് ഹാൾട്ടിങ്ങിന് നിർത്തിയിരിക്കുന്ന ഈ ഒരു സ്ഥലം കൊള്ളാം. ഇതാ നോക്കാം, ഒരു ട്രാക്ടറൊക്കെ വരുന്നത് നോക്കേ. ഇവിടെ അധികവും കൃഷിയിടങ്ങളാണ്. നോക്കിയാൽ നല്ല നീളത്തിലുള്ള റോഡുമാണ്. ലോറിയൊക്കെ പറന്ന് വരുവാണ്. എന്തായാലും ഈ ഒരു ബസ് കാണാനൊരു പ്രത്യേക വൈബുണ്ട്. വിൻഡോ സീറ്റ് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഫ്രണ്ടിൽ സീറ്റ് കിട്ടിയപ്പോൾ ആ വിഷമം മാറി. ഇവിടെ അത്യാവശ്യം സ്നാക്സും കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു കടയാണ്. യെസ്, നമ്മുടെ ബസ്സിൽ എല്ലാവരും കയറിയിട്ടുണ്ട്. ഡ്രൈവറും കയറാൻ പോവുകയാണ്. നമുക്ക് കയറാം. ഒരു 10 മിനിറ്റ് ഇവിടെ നിർത്തി, 10-15 മിനിറ്റ് നിർത്തി.
യെസ്, നമ്മുടെ ബസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ്. ഓ, ഇവിടെ ഒരാൾ വന്നിരുന്നതിന് ലേഡീസ് എല്ലാം കൂടെ അയാളെ വഴക്ക് പറഞ്ഞ് ഓടിച്ച്. ലേഡീസൊക്കെ സ്ട്രോങ് ആണ്, അപ്പടിയെ സിംഗം മാതിരി. യെസ്, നമ്മുടെ ബസ് റോഡിലോട്ട് കയറിയിരിക്കുവാണ്. യാത്ര പുറപ്പെട്ടിരിക്കുവാണ്. അങ്ങനെ നമ്മുടെ ബസ് കുറച്ചധികം ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സോലാപൂർ പൂനെ ഹൈവേ, മുംബൈ ഹൈവേ, അങ്ങനെയും ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നുണ്ട്. നല്ല റോഡാണ്, നല്ല വീതിയുള്ള റോഡാണ്. വണ്ടിയൊക്കെ പറന്നാണ് പോകുന്നത്. നമ്മുടെ ബസ്സും നല്ല സ്പീഡിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇത് അങ്ങനെ കുറച്ച് ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം ഒരു ടൗൺ എത്തിയിരിക്കുവാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് അത്യാവശ്യം വലിയൊരു ടൗണാണ്. അങ്ങനെ ആ ഒരു വലിയ ടൗണിൽ നിന്നും വീണ്ടും ബസ് ഫ്രണ്ടിലോട്ട് പോവുകയാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് അങ്ങനെ ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഉരുളിക്കാഞ്ചൻ. ഉരുളിക്കാഞ്ചൻ ഹവാലി. അവിടെ ഒരു ATMൻ്റെ ബ്രാഞ്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴേ ഒരു ടൗണിൽ കൂടെ ബസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് ലോണി സ്റ്റേഷൻ. ലോണി സ്റ്റേഷൻ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ അടുത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ സ്റ്റേഷൻ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഇത്രയും നേരവും നല്ലപോലെ വണ്ടി വന്നതായിരുന്നു, ഇപ്പം ബ്ലോക്ക് ആയിരിക്കുവാണ്. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം കൂടെ ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത് ഇവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് കാണാം. ഷോപ്പിംഗ് കോംപ്ലക്സും ഒരു ഫ്ലാറ്റും എല്ലാം കൂടെ ചേർന്ന ഒരു ബിൽഡിംഗാണ്. അതിനകത്ത് ജോക്കിയുടെ എല്ലാം ഷോറൂമുണ്ട്. ജോക്കി ഉണ്ട്, പിന്നെ ഡൊമിനോസ് പിസ്സ ഉണ്ട്. അവിടെ ആയിട്ട് അതിന് ഫ്രണ്ടിലായിട്ടൊരു ജീപ്പ്, ഒരു പിക്കപ്പ് കിടക്കുന്നത്, അതുകൊണ്ട് തടസ്സമാണ് അത് കാണിക്കാൻ. അത് കണ്ടില്ല, ഇവിടെ നിന്ന് ആരും ഹെൽമെറ്റ് ഇട്ടിട്ടില്ല. നോക്കേ, ഇതാ കണ്ടില്ലേ, അതാണ് ജോക്കിയുടെ ഷോറൂം. ഡൊമിനോസ് പിസ്സ എല്ലാം ഉണ്ട്. എല്ലാം കൂടെ ചേർന്നൊരു ബിൽഡിങ്ങാണത്. പൂനെ എത്താറാവും തോറും ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുവാണ്. ബ്ലോക്ക് വലിയ ബ്ലോക്കൊന്നുമല്ല, സിറ്റി ആവുന്നതിൻ്റെ ആ ഒരു തിരക്ക്, അത്രേ ഉള്ളൂ. ഇവിടെ ഓല ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഷോറൂമാണ്. ടാറ്റയുടെ ഷോറൂം, ടാറ്റയുടെ കാറിൻ്റെ ഷോറൂം, ബജാജ് ഓട്ടോയുടെ ഷോറൂം, അങ്ങനെ ഷോറൂമുകളെല്ലാം ഉള്ളൊരു സ്ഥലമാണിത്. കണ്ടില്ല, ഇവിടെയായിട്ട് അശോക് ലേലൻഡിൻ്റെ ഷോറൂമും ഉണ്ട്. ഈ ഷോറൂമുകളെല്ലാം കാണിച്ച സ്ഥലമാണ് ഹഡാസ്പർ. ഹഡാസ്പർ അല്ല, ഹഡാപ്സർ. അപ്പോഴാ ഒരു സ്ഥലത്തൂടെയാണ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയായിട്ടൊരു തുണിക്കടയുടെ ഫ്രണ്ടിൽ ബസ് നിർത്തിയിരിക്കുവാണ്. സ്വാതന്ത്ര്യദിനവുമായിട്ട് ബന്ധപ്പെട്ട ആ ടൈപ്പ് ക്ലോത്തുകളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. പീറ്റർ ഇംഗ്ലണ്ട്. അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഒരു ഷോപ്പിംഗ് മാളിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുവാണ്. റിലയൻസ് ഡിജിറ്റൽ, ഡൊമിനോസ്, ജോക്കി, നമ്മൾ നേരത്തെ പറഞ്ഞ ഐറ്റംസൊക്കെ ഇവിടെയുണ്ട്. അത്യാവശ്യം വലിയൊരു ഷോപ്പിംഗ് മാളാണ്. ബ്ലോക്ക് തുടങ്ങിയിരിക്കുവാണ്, ഭയങ്കര ബ്ലോക്ക്, ഒരു രക്ഷയില്ല. വണ്ടി പയ്യെ മൂവ് ആവുന്നുള്ളൂ. ഫുട്പാത്തിൽ കൂടെയും അല്ലാതെയൊക്കെ പോകുന്നുണ്ട് വണ്ടികളെ. ഈ കാണുന്നത് ചെറിയ വണ്ടികൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള റോഡാണ് തോന്നുന്നത്. ഈ കാണുന്നത് ഇതിനപ്പുറത്തായിട്ട് ആ കാണുന്നത് ഫുട്പാത്താണ്. പക്ഷേ ഫുട്പാത്തിൽ കൂടെയും സ്കൂട്ടറും ബൈക്കും എല്ലാം പോകുന്നുണ്ട്, ഓട്ടോയും എല്ലാം പോകുന്നുണ്ട്. ഇത് അവിടെയായിട്ട് കാണുന്നത് ഒരു സിമിത്തേരിയാണ്. സാധാരണ നമ്മൾ കാണുന്ന സിമിത്തേരിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സിമിത്തേരിയാണത്. മാർബിളിൻ്റെ ഒരുപാട് വർക്കൊന്നുമില്ല, ജസ്റ്റ് ഒരു കുരിശ് മാത്രമേ ഉള്ളൂ. ഈ ഓട്ടോ നോക്കിയേ, കൊള്ളാലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ ഇതാ നമ്മൾ ഒരു ഫ്ലൈ ഓവറിലോട്ട് ബസ് കയറിയിരിക്കുവാണ്. താഴെയായിട്ട് ബസ് സ്റ്റാൻഡ് എല്ലാം കാണാം. താഴെയായിട്ടൊരു ചെറിയൊരു അമ്പലം കാണാം. പിന്നെ കുറച്ച് കടകളെല്ലാം ഉള്ളൊരു സ്ഥലമാണിത്.
സ്ട്രീറ്റ് ഷോപ്പിംഗ് എല്ലാം നടക്കുന്നൊരു സ്ഥലമാണ്. യെസ്, അങ്ങനെ നമ്മുടെ ബസ് കുറച്ചധികം ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം സ്വർഗേറ്റ് ബസ് സ്റ്റാൻഡിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. ഒരുപാട് വലിയ ബസ് സ്റ്റാൻഡൊന്നും അല്ല, ഒരു സാധാ ഒരു ബസ് സ്റ്റാൻഡ്. ഞാൻ വിചാരിച്ചു സ്വർഗേറ്റ് ഒരു വലിയൊരു ബസ് സ്റ്റാൻഡാണെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഞാൻ ബസ് ഇറങ്ങിയിരിക്കുവാണ്. ഇനി തിരിച്ച് ഈ ബസ് പോകുന്നുണ്ട്. ഇനി തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് ബസ്സിനകത്തോട്ട് ഒരുപാട് ആൾക്കാർ കയറുന്നുണ്ട്. തിരിച്ച് ആഷ്ടി എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ആൾക്കാർ കയറുന്നുണ്ട്. അങ്ങനെ ഈ ബസ് സ്റ്റാൻഡിനകത്തായിട്ട് ഓട്ടോ എല്ലാം ഉണ്ട്. ഇതാ ഒരു ഓട്ടോ വരുന്നുണ്ട്. പിന്നെ പ്രൈവറ്റ് വണ്ടികളെല്ലാം അകത്തോട്ട് വരുന്നുണ്ട്. കണ്ടില്ലേ, ഇതോ ഒരു സ്കൂട്ടർ പോകുന്ന കണ്ടില്ലേ. അങ്ങനെ പ്രൈവറ്റ് വാഹനങ്ങളെല്ലാം അകത്തോട്ട് കയറുന്നുണ്ട്. അങ്ങനെ ഞാൻ ബസ് ഇറങ്ങിയപ്പോഴത് ഇവിടെ ആയിട്ട് ഒരു കർണാടകയുടെ ബസ് കിടപ്പുണ്ട്. ഇതാ കണ്ടില്ലേ, ബസ്സുകളെല്ലാം നോക്കി കംപ്ലീറ്റ് പൊടി അടിച്ച് കിടക്കുവാണ്. അതായത് ഇതിൻ്റെയൊക്കെ ബാക്ക് നോക്കേ, ഭയങ്കര പൊടി. അതേപോലുള്ള റൂട്ടാണ്, പക്ഷെ എന്നാലും നോക്കിയാൽ ഭയങ്കര പൊടി. ഇതെവിടെയായിട്ട് ഈ നിൽക്കുന്ന ക്യൂ ബാരാമതി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ആ ഒരു ക്യൂ ആണ്. ബാരാമതി എന്നൊക്കെ പറഞ്ഞിട്ട് ബസ്സിലെ കണ്ടക്ടർ വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡിന് പുറത്തേക്ക് വന്നിരിക്കുവാണ്. ഇവിടെ അടുത്തായിട്ട് ബസ് സ്റ്റാൻഡിന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇതങ്ങോട്ട് പോകുമ്പോൾ ഹോട്ടലൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്കൊന്ന് നടന്ന് നോക്കാം. ബസ്സുകളെല്ലാം ചറപറ വന്നുകൊണ്ടിരിക്കുവാണ്. ഇതെവിടെ പുറത്തോട്ട് വന്നപ്പോഴിവിടെ ഓട്ടോക്കാരെല്ലാം പൂനെ എന്ന് വിളിക്കുന്നുണ്ട്. പൂനെയിലോട്ട് ട്രിപ്പ് അടിക്കുന്ന ഓട്ടോകളൊക്കെയാണിത്. ബസ് സ്റ്റാൻഡിന് പുറത്തോട്ട് വന്നപ്പോൾ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ സ്നാക്സും ചായയൊക്കെ കിട്ടുന്ന കടയാണ്. ഇത് കൊള്ളാമല്ലോ ഈ സംഭവം. ഇതെവിടെ സ്നാക്സൊക്കെ ഉണ്ട്, കണ്ടില്ലേ, പലതരം സ്നാക്സുകൾ പൊരിച്ച് വെച്ചിരിക്കുവാണ്. അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ആയിട്ട് ചപ്പാത്തിയുടെയും ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ കാണിച്ചിട്ടുണ്ട്. ഒരു റെസ്റ്റോറൻ്റാണിത്. നോക്കാം, ഇവിടെ നിന്ന് എന്തെങ്കിലുമേ കഴിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് അങ്ങനെ പോയി നോക്കാം. അങ്ങനെ ഞാനൊരു റെസ്റ്റോറൻറ്റിനകത്ത് കയറിയിട്ടുണ്ട്. ചിക്കൻ ദം ബിരിയാണി ലക്നൗ സ്പെഷ്യൽ. ഫുള്ളിന് 180, ഹാഫിന് 120. ഞാൻ ഹാഫ് വാങ്ങിയിട്ടുണ്ട്, ഹാഫിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. എന്തായാലും കൊണ്ടുവരട്ടെ. യെസ്, അങ്ങനെ നമ്മുടെ ലക്നൗ സ്പെഷ്യൽ ബിരിയാണിയൊക്കെ വന്നിട്ടുണ്ട്, സ്പൂണൊക്കെ ആയിട്ട്. ഈ സന്ധിയെ സാധാരണ വേറൊരു പ്ലേറ്റും കൂടെ കൊണ്ടുവരുന്നില്ലേ, ഇത് ഒറ്റ പ്ലേറ്റേ ഉള്ളൂ. ഹാഫ് ആയതുകൊണ്ടായിരിക്കാം. കുഴപ്പമില്ല. സ്പൂണൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എന്തായാലും ചൂടുണ്ട്, അതുകൊണ്ട് കാര്യമായി. മസാലയ്ക്കൊക്കെ ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. 2 പീസുണ്ട്, 2 അല്ല, ചെറിയ പീസുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഹാഫിൻ്റെ ആവശ്യമേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഫുഡെല്ലാം കഴിച്ചു, ബിരിയാണിയെല്ലാം കഴിച്ചിട്ട് പുറത്തോട്ട് വന്നിരിക്കുവാണ്. കുഴപ്പമില്ലാത്ത ബിരിയാണി ആയിരുന്നു. ഞാനിവിടെ നിന്ന് പൂനെ എന്ന് പറഞ്ഞ ശരിക്കുമുള്ള പൂനെ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി നോക്കിയപ്പോൾ ഇവിടെ നിന്ന് ബൈക്ക് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ബൈക്ക് ഇല്ല. യൂബറിലും റാപ്പിഡോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലൊന്നും ബൈക്കില്ല, ഓട്ടോയും കാറും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ബസ് സ്റ്റാൻഡിലോട്ട് പോയിട്ടെ അവിടെ നിന്ന് ബസ് ഉണ്ടോ എന്ന് നോക്കണം. പൂനെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തോട്ടെ, പ്രോപ്പർ പൂനെ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടൊന്ന് പോവാം. എന്നിട്ട് നമുക്ക് ആ പരിസരത്തൊക്കെ ഒന്ന് കറങ്ങാം.